വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് കുക്കിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. കോഫി ടേസ്റ്റ് താല്പര്യമുള്ളവർ ഇഷ്ടപ്പെടുന്ന കോഫി ചോക്കോ ചിപ്പ് കുക്കി. കുക്കീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണിത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. കോഫി ചോക്കോ ചിപ്പ് കുക്കി ഉണ്ടാക്കുന്നതിനായി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് അളവ് കപ്പിന് 1.5 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം. ഇതളക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്ന കപ്പ് 230 ml. ഇനി ഇവ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കാം. അടുത്തതായി കുക്കിക്ക് ആവശ്യമായ ഡോ ഉണ്ടാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പും 2 ടേബിൾ സ്പൂണും മെൽറ്റാക്കിയ അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. മെൽറ്റാക്കിയിട്ട് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ബട്ടർ ഉപയോഗിക്കാവൂ. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും ബ്രൗൺ ഷുഗറും 1/2 കപ്പും 1 ടേബിൾ സ്പൂണും സാദാ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർത്ത് ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറിന് പകരം വൈറ്റ് ഷുഗർ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ കളറിനും ടേസ്റ്റിനും ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ മുട്ടയും 1.5 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. വിസ്കിന് പകരം ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചും ബീറ്റ് ചെയ്യാം കേട്ടോ. അന്നേരം പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒത്തിരി കുക്കീസിൻ്റെ റെസിപ്പീസ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഐക്കാർഡിലും എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കാണണേ. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. പഞ്ചസാര കുറച്ചൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് മെൽറ്റ് ആകേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇവ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഓവറായിട്ട് മിക്സ് ആകണ്ട. വിസ്കിന് പകരം സ്പാറ്റില ഉപയോഗിക്കാം കേട്ടോ. കോഫി ടേസ്റ്റ് താല്പര്യമുള്ളവർ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കോഫി ബീൻ കുക്കിയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതൊരു ഹാർഡ് കുക്കിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു കുക്കിയാണത്. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ കുക്കി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. അവസാനമായി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചെറിയ ചോക്ലേറ്റ് പീസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് മിൽക്ക് കോമ്പൗണ്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. ഇതിനു പകരം ഡയറി മിൽക്ക് ചെറിയ പീസുകളായി ഉപയോഗിച്ചാലും മതി. ഇവയും ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഇപ്പോൾ കുക്കി ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉറച്ച് കിട്ടുന്നതിനായി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണേ. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉറപ്പായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഡോ ഷേപ്പ് ചെയ്തെടുക്കാം. കുക്കീസ് എല്ലാം ഒരേ സൈസിലും ഷേപ്പിലും കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഐസ്ക്രീം സ്കൂപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വിരിച്ച് ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കാം. ബാക്കിയുള്ളവയും ഇങ്ങനെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം. ഡോ അടുക്കുമ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ആദ്യത്തെ ബാച്ച് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്കായി കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി വെക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണേ. ബാക്കി വന്ന ഡോ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം കേട്ടോ. ഇനി ഇവ ബേക്ക് ചെയ്യാനായി പ്രീഹീറ്റ് ആയിരിക്കുന്ന ഓവനിലേക്ക് മാറ്റാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റാണ് ഇവയുടെ ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. നമ്മുടെ ഈ കുക്കി സോഫ്റ്റ് കുക്കിയാണ്. നിങ്ങൾക്ക് ഹാർഡ് കുക്കിയാണ് വേണ്ടതെങ്കിൽ ബേക്കിംഗ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റും കൂടി ഓവനിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ബേക്കിംഗ് കഴിഞ്ഞ ഉടനെ കുക്കി നല്ല സോഫ്റ്റ് ആയിരിക്കും. ചൂടൊക്കെ നന്നായി ആറി കഴിയുമ്പോഴാണ് കറക്റ്റ് കുക്കിയുടെ പരുവമാകുന്നത്. 10 മിനിറ്റ് കഴിയുമ്പോൾ ചെറുതായി ചൂട് കുറയുമ്പോൾ വയറാക്കിലേക്ക് മാറ്റാം. ഇപ്പോൾ ചൂടൊക്കെ നന്നായി ആറിയിട്ടുണ്ട്. ഈ ഒരു മിക്സിൽ നിന്ന് എനിക്ക് ഈ സൈസിൽ 18 കുക്കീസ് കിട്ടിയിട്ടുണ്ട്.
ഒരെണ്ണം എടുത്തു നോക്കാം. കുക്കീസ് താല്പര്യമുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കിയാണിത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്